എവരിവൺ, ലോഗ്രാറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരപർവ്വത മേഖലയെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു. വീഡിയോ കാണാത്തവര് എത്രയും വേഗം കാണുക, ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉത്തരമഹാസമതലത്തെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പർവ്വതനിരകൾക്ക് സമാന്തരമായി 2000 മീറ്ററിലധികം താഴ്ചയുള്ള അഗാധ ഗർത്തങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഹിമാലയം രൂപപ്പെട്ടത് എങ്ങനെയാണ് എന്ന്. തെത്തിസ് സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങിയാണ് ഹിമാലയം രൂപപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ രൂപപ്പെടുന്ന മടക്ക് പർവ്വതങ്ങൾക്ക് സമാന്തരമായിട്ട് അഗാധ ഗർത്തങ്ങൾ രൂപപ്പെടാറുണ്ട്. അപ്പോൾ ഹിമാലയം എന്ന് പറയുന്ന മടക്ക് പർവ്വതം രൂപപ്പെട്ടതിനെ തുടർന്നുണ്ടായ ഗർത്തമാണ് പിന്നീട് ഉത്തര മഹാസമതലമായി മാറുന്നത്. അപ്പൊ എത്ര മീറ്റർ ആയിരുന്നു? 2000 മീറ്റർ ആഴമുള്ളൊരു ഗർത്തമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതെങ്ങനെയാണ് സമാതലമായി മാറിയത്? ഹിമാലയൻ നദികളുടെ അവയുടെ പോഷക നദികളുടെയും അവസാദങ്ങൾ നിക്ഷേപിച്ചാണ് ഉത്തര മഹാസമതലം രൂപപ്പെട്ടത്. ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്നു. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നും അറിയപ്പെടുന്നു. അപ്പൊ ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ഉത്തരപർവ്വത മേഖലയ്ക്ക് ഉപദ്വീപീയ പീഠഭൂമിക്കും ഇടയിലുള്ള ഭൂപ്രകൃതിയാണ് ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. നമ്മുടെ ഉത്തരപർവ്വത മേഖല ഇങ്ങനെ കടന്നു പോകുന്നതും അതുപോലെ ഉപദ്വീപീയ പീഠഭൂമി, ഈ കാണുന്ന ഉപദ്വീപീയ പീഠഭൂമിക്കും ഇടയിലായി കാണപ്പെടുന്ന സമതലമാണ് ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലമാണ് ഉത്തര മഹാസമതലം. എക്കലാണ് ഉത്തര മഹാസമതലത്തിൽ കൂടുതലായി കാണപ്പെടുന്നത്. 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഉത്തര മഹാസമതലത്തിൽ ഉള്ളത്. എത്രയാണ്? 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശമാണ് ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. കാരണം ഫലപുഷ്ടിയുള്ള മയക്കൽ മണ്ണാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് കൃഷി അനുബന്ധ വ്യവസായങ്ങളുമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ജനവാസ മേഖല വളരെയധികം കൂടുതലാണ് ഉത്തര മഹാസമതലത്തിൽ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഇത് പലവട്ടം PSC ആവർത്തിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ധാന്യപുര എന്നും ഇതറിയപ്പെടുന്നു. ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ല എന്നും വിശേഷണമുണ്ട്. അപ്പൊ ഈ 3 വിശേഷണങ്ങളും പഠിച്ചു വെച്ചിരിക്കുക, പലവട്ടം ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല്, ഇന്ത്യയുടെ ധാന്യപുര, ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ല. നമുക്ക് ഫിഗർ ഒന്ന് നോക്കാം. ഇത് ഉത്തര പർവ്വത മേഖല, ഈ കാണുന്നതാണ് നമ്മുടെ ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. ഇങ്ങോട്ട് വ്യാപിച്ചു കിടക്കുന്നു. ഇത് ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. നമ്മൾ പറഞ്ഞല്ലോ, സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ അറിയപ്പെടുന്നതാണ് ഖാദർ. അപ്പൊ പുതുതായി രൂപപ്പെടുന്ന മണ്ണാണ് ഖാദർ എന്നറിയപ്പെടുന്നത്. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ എക്കൽ മണ്ണാണ് ഖാദർ. അപ്പൊ കൃഷി ഏറ്റവും കൂടുതൽ നടക്കുന്ന മണ്ണ് ഏതാണ്? ഖാദറാണ്. ഖാദർ പുതിയ എക്കൽ മണ്ണാണ്. പഴയ എക്കൽ നിക്ഷേപം അറിയപ്പെടുന്നതാണ് ഭംഗർ എന്ന് പറയുന്നത്. അപ്പൊ പഴയ എക്കൽ നിക്ഷേപമാണ് ഭംഗർ. നെൽകൃഷിക്ക് യോജിച്ച മണ്ണാണ് എക്കൽ എന്ന് പറയുന്നത്. 2 നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശം അറിയപ്പെടുന്നതാണ് ഡോബ്. 2 നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശത്തെ എന്താണ് വിളിക്കുന്നത്? ഡോബ് എന്നാണ് വിളിക്കുന്നത്. നദികൾ മുഖേന രൂപം കൊണ്ട സമതലങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിനി നോക്കുന്നത്. നമ്മുടെ ഉത്തര മഹാസമതലത്തിനെ നമുക്ക് 4 ആയിട്ട് വിഭജിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ നദികളുടെ നിക്ഷേപം അനുസരിച്ചാണ് നമ്മളിത് വിഭജിച്ചിരിക്കുന്നത്. ഓരോ വിഭജനങ്ങളെ പറ്റി നമുക്ക് നോക്കാം. പഞ്ചാബ് ഹരിയാന സമതലം, ഈ കാണുന്നതാണ് പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുന്നത്. ഏതൊക്കെ നദികളാണ് അവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്? സിന്ധുവും സിന്ധുവിന്റെ പോഷക നദികളും കൂടെ ചേർന്നുള്ള നിക്ഷേപണ ഫലമായിട്ട് രൂപം കൊണ്ടതാണ് പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുന്നത്. ഇനി രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലം, ഈ പ്രദേശം കാണപ്പെടുന്നതാണ് രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലം എന്ന് പറയുന്നത്. ലൂണി, സരസ്വതി എന്നീ നദികളുടെ നിക്ഷേപണ ഫലമായി രൂപം കൊണ്ട സമതലമാണ് മരുസ്ഥലി ബാഗർ സമതലം എന്ന് പറയുന്നത്. ഇനി ഗംഗാ സമതലം. ഗംഗാ സമതലം എന്ന് പറയുന്നത് ഗംഗയും പോഷക നദികളും കൂടെ നിക്ഷേപണ ഫലമായിട്ട് രൂപം കൊണ്ടതാണ്. ഈ ഒരു ഭാഗമാണ് ഗംഗാ സമതലം എന്ന് പറയുന്നത്. അതുപോലെ ഈ നീല കളറിൽ കാണുന്നത് ഫുള്ള് നമ്മളതിനെ അപ്പർ, മിഡിൽ, ലോവർ എന്നൊക്കെ വിഭജിക്കാറുണ്ട്. അത് നമുക്ക് ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ മതി. നമുക്ക് 10th പ്രിലിംസിന് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ആവശ്യമില്ല. ഇനി ആസാമിലെ ബ്രഹ്മപുത്ര സമതലം, ബ്രഹ്മപുത്രയും അതിന്റെ പോഷക നദികളും കൂടെ ചേർന്ന് നിക്ഷേപണ ഫലമായി രൂപം കൊണ്ടതാണ് ബ്രഹ്മപുത്ര സമതലം. ഈ കാണുന്നതാണ് ബ്രഹ്മപുത്ര സമതലം. ഓരോ നദികളുടെയും നിക്ഷേപണം കാരണം സമതലം എങ്ങനെയൊക്കെ രൂപപ്പെട്ടു എന്നാണ് നമ്മളത് നോക്കിയത്. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ പ്രധാന വിളകളാണ് ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവ.
അപ്പൊ പഞ്ചാബ് ഹരിയാന സമതലത്തിലെ പ്രധാന വിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, ചോളം, കരിമ്പ്. ഗംഗാ സമതലത്തിന്റെ ലോവർ ഭാഗത്ത് രൂപക്കൊണ്ട ഡെൽറ്റയാണ് സുന്ദർബൻസ് ഡെൽറ്റ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് അതുപോലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റ എല്ലാം എന്താണ്? സുന്ദർബൻസ് ഡെൽറ്റയാണ്. ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ പ്രക്രിയയിലൂടെ രൂപം കൊണ്ടതാണ് സുന്ദർബൻസ് ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പൊ സുന്ദർബൻസ് ഡെൽറ്റയ്ക്ക് കാരണം ഗംഗയും ബ്രഹ്മപുത്രയുടെയും നിക്ഷേപങ്ങളാണ്. ഇനി യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ എന്നാണ് ഉൾപ്പെടുത്തിയത് സുന്ദർബൻസ് ഡെൽറ്റ? 1987 ഉൾപ്പെടുത്തിയത്. ഇനി ഉത്തരമഹാസമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മഴ എന്താണ്? വളരെയധികം കുറവാണ്. അപ്പം ഉത്തരമഹാസമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗം എന്തായി മാറും? ഒരു മരുഭൂമിയായിട്ടാണ് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മരുഭൂമികൾ അറിയപ്പെടുന്ന പേരാണ് ഥാർ മരുഭൂമി എന്ന്. എവിടെയാണ് ഇത് കാണപ്പെടുന്നത്? രാജസ്ഥാനിലാണ് കാണപ്പെടുന്നത്. രാജസ്ഥാനിലെ പ്രധാനമായുള്ള കൃഷി ചെയ്യുന്ന വിളകളാണ് ഏതൊക്കെ? ബാജ്ര അതുപോലെ തന്നെ ജോവർ. കാരണം എന്ന് വെച്ചാൽ ഇതിന് ജലം വളരെ കുറവ് മാത്രം മതി കൃഷി ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് രാജസ്ഥാനിൽ പ്രധാനമായിട്ടും ബാജ്ര, ജോവർ എന്നീ കൃഷി ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ബൈ.